നമസ്കാരം. നൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടി. മണ്ഡലം പ്രസിഡന്റ് ആശുപത്രി. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി നിർമ്മിച്ച ആശ്രയ ഫ്ളാറ്റുകളുടെ ഉദ്ഘാടനം നാളെ 4 മണിക്ക്. കന്നുകാലികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിക്കുന്നില്ല. കനത്ത ചൂടിലും ക്രൂരതയോടെ ഇവയെ നടത്തിക്കൊണ്ടുപോകുന്നു. കല്ലുംപുറത്ത് സംസ്ഥാന പാതയിൽ സ്ലാബ് തകർന്നു. യാത്ര അപകടത്തിൽ. നഷ്ടപ്പെട്ട പേഴ്സും പണവും തിരിച്ചു നൽകി ഓട്ടോ ഡ്രൈവർ മാതൃകയായി. SSLC പരീക്ഷയ്ക്ക് 100% വിജയം നേടിയ കടവല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന് അഭിനന്ദനങ്ങളുമായി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ. വാർത്തകൾ വിശദമായി. സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടി. മണ്ഡലം പ്രസിഡന്റ് ആശുപത്രി. കോൺഗ്രസ് അംഗങ്ങൾ മാത്രമുള്ള കുന്നംകുളം കാർഷികേതര സഹകരണ സംഘം ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗങ്ങൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. മർദ്ദനത്തിൽ പരിക്കേറ്റ ആർത്താറ്റ് മണ്ഡലം പ്രസിഡന്റ് വി സാംസനെ കുന്നംകുളം റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ കുന്നംകുളം ഗാന്ധി ഭവൻ സമീപമുള്ള സംഘം ഓഫീസിൽ വെച്ചായിരുന്നു തെരഞ്ഞെടുപ്പ്. നിലവിലുള്ള കോൺഗ്രസ് പാനലിന് റിബലായി ആർത്താറ്റ് മണ്ഡലം പ്രസിഡന്റ് വി സാംസന്റെ 4 പേർ മത്സര രംഗത്തുണ്ടായിരുന്നു. 11-അംഗ ഭരണസമിതിയിൽ 5 പേർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, മുൻ കൗൺസിലർ സതി അശോകൻ, ഷീന എന്നിവർ വനിതാ പ്രതിനിധികളായും, പട്ടികജാതി സംവരണ സീറ്റിൽ നിന്നും M സുരേഷ്, നിക്ഷേപകരുടെ പ്രതിനിധിയായി P ഉണ്ണിനായർ അടക്കം 5 പേരാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ബാക്കി വരുന്ന 6 ജനറൽ സീറ്റുകളിലേക്കാണ് സഹകരണ സംഘം ഇൻസ്പെക്ടർ പവിത്രൻ വരണാധികാരിയായി തെരഞ്ഞെടുപ്പ് നടന്നത്. ആകെയുള്ള 183 മെമ്പർമാരിൽ 157 പേർ വോട്ട് രേഖപ്പെടുത്തി. 120 വോട്ടുകൾ ലഭിച്ച കോൺഗ്രസ് മുൻ ആർത്താറ്റ് മണ്ഡലം പ്രസിഡന്റ് MS സുഗുണൻ, കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം നേതാക്കളായ CF ഷാജൻ, വിനോജ്, വർഗീസ്, ബെന്നി, VS ബഷീർ എന്നിവർ ഭരണസമിതി അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടു. വോട്ടെടുപ്പിനിടെ വോട്ട് ചെയ്ത് ഇറങ്ങി വരികയായിരുന്ന ആർത്താറ്റ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ വി സാംസനെ കോൺഗ്രസ് പ്രവർത്തകനായ കക്കാട് ഷാജുവും സംഘവും തടഞ്ഞു നിർത്തി മർദ്ദിച്ചുവെന്ന് ഒരു വിഭാഗം ആരോപിച്ചു. ഷർട്ട് പിടിച്ചു വലിച്ച് മുഖത്തടിക്കുകയായിരുന്നുവെന്ന് പറയപ്പെടുന്നു. നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സതി അശോകൻ, മിഷ സെബാസ്റ്റ്യൻ എന്നിവരെ MS സുഗുണൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കിയത് വി സാംസൺ സംഘവും ചോദ്യം ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് സാംസന്റെ നേതൃത്വത്തിൽ 4 പേർ ഔദ്യോഗിക പാനലിനെതിരെ റിബൽ സ്ഥാനാർത്ഥികളായി മത്സരിച്ചതെന്ന് ഒരു വിഭാഗം പറഞ്ഞു. സുഗുണന്റെ ഏകാധിപത്യ സമീപനം മൂലം കോൺഗ്രസ് നേതാക്കളായ KC ബാബു, CI ഇട്ടിമാത്തു എന്നിവർ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതായും സാംസണും സംഘവും പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്താൻ സാംസണും സംഘവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായി MS സുഗുണനും സംഘവും ആരോപിച്ചു. 5 വർഷം മുമ്പാണ് ഈ കോൺഗ്രസ് സഹകരണ സംഘം രൂപീകരിച്ചത്. ഭൂരിപക്ഷം അംഗങ്ങളും കോൺഗ്രസ് മെമ്പർമാരും അനുഭാവികളുമാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന ആദ്യ ഭരണസമിതി യോഗം MS സുഗുണന്റെ അധ്യക്ഷതയിൽ ചേർന്നു. കാർഷികേതര സഹകരണ ബാങ്കിൽ തെരഞ്ഞെടുപ്പാണ്. കൂടുതൽ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഞാൻ വോട്ട് വന്നതാണ്. അപ്പോൾ ബാങ്കിൽ തന്നെ 2 പാനലായിട്ടാണ് അവിടെ നടത്തുന്നത്. അപ്പോൾ ഞാൻ വോട്ട് ചെയ്ത് കീഴ്പടിക്ക് ഇറങ്ങി കടന്നു പോകുന്ന നേരത്ത് അതിൽ മത്സരിക്കുന്ന ഒരു പാനലിൽ മത്സരിക്കുന്ന ഷാജു കക്കാട് എന്ന ആള് ഓടി വന്നതിന് ഷർട്ട് പിടിച്ച് കീറുകയും പിന്നെ തലയ്ക്ക് അടിച്ച് മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഈ തലയ്ക്ക് അടിച്ച് മേലാകെ പരിക്ക് ഷർട്ടൊക്കെ വലിച്ചു കീറി ഞാൻ ഓരോ നടത്തിയത്. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി നിർമ്മിച്ച ആശ്രയ ഫ്ളാറ്റുകളുടെ ഉദ്ഘാടനം നാളെ 4 മണിക്ക്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീല വിജയകുമാറാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ചടങ്ങിൽ കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK സദാനന്ദൻ മാസ്റ്റർ അധ്യക്ഷനായിരിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ K ജയശങ്കർ, മറ്റ് ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം യാതൊരു മുന്നൊരുക്കവുമില്ലാതെ ഫ്ളാറ്റിലേക്ക് റോഡ് പോലും പണിയാതെ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കാതെയാണ് ആശ്രയ ഫ്ളാറ്റുകളുടെ ഉദ്ഘാടനമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ MS മണികണ്ഠൻ നൈസ് ടിവിയോട് പറഞ്ഞു. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തും തൃശൂർ ജില്ലാ പഞ്ചായത്തും സംയുക്തമായി 2014-15 ആരംഭിച്ച മൂലേപ്പാട്ട് SC ആശ്രയ ഫ്ലാറ്റ് നിർമ്മാണം
2 വർഷങ്ങൾക്ക് മുമ്പ് പൂർത്തീകരിച്ച് ഉദ്ഘാടനം കാത്തുകിടക്കുകയാണ്. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് 2014-15 ഭരണസമിതി 30 സെൻറ്റ് സ്ഥലം മൂലേപ്പാട്ട് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് വാങ്ങി 20 സെൻറ്റ് സ്ഥലത്ത് കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫ്ലാറ്റുകൾ നിർമ്മിച്ച് SC വിഭാഗത്തിൽ നൽകുകയും 10 സെൻറ്റ് സ്ഥലം തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന് കൈമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശ്രീ അനിൽ അക്കരയുടെ ശ്രമഫലമായി പഞ്ചായത്തിലേക്ക് ഫ്ലാറ്റ് സമുച്ചയം അനുവദിക്കുകയും സർക്കാർ ഏജൻസിയായ നിർമ്മിതി ആ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ച് ഏകദേശം 75 ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് പൂർത്തീകരിച്ച 7 ഫ്ലാറ്റുകളുടെ ഉദ്ഘാടനമാണ് നാളെ നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലമായി നിലവിൽ വന്ന ഈ ഭരണസമിതി യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ശോചനീയമായി കിടക്കുകയാണ്. 2017-18 കാലഘട്ടത്തിൽ അടിയന്തരമായി ആ റോഡ് സഞ്ചാര യോഗ്യമാക്കുന്നതിനും കുടിവെള്ളം എത്തിക്കുന്നതിനും ആ ഫ്ലാറ്റിലും ആശ്രയ ഫ്ലാറ്റിലും SC ഫ്ലാറ്റിലും താമസിക്കുന്ന ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കന്നുകാലികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിക്കുന്നില്ല. കനത്ത ചൂടിലും ക്രൂരതയോടെ ഇവയെ നടത്തിക്കൊണ്ടുപോകുന്നു. മനുഷ്യർക്ക് സൂര്യാഘാതം ഒഴിവാക്കാൻ സർക്കാർ തൊഴിൽ സമയങ്ങളിൽ മാറ്റം വരുത്തിയെങ്കിലും മിണ്ടാപ്രാണികളായ കന്നുകാലികൾക്ക് കനത്ത വെയിലിൽ പൊള്ളുന്ന ചൂടിൽ തന്നെ നടത്തും. അന്തരീക്ഷത്തിൽ ഉയർന്ന താപനില ഉയരുമ്പോഴും കന്നുകാലികളെ ഉച്ചവെയിലിൽ നടത്തിക്കൊണ്ടുപോകുന്നത് നിർബാധം തുടരുകയാണ്. അന്തരീക്ഷത്തിലെ ചൂട് കൂടുമ്പോൾ കന്നുകാലികൾക്ക് തീറ്റമടുപ്പ്, ക്ഷീണം, നാവ് പുറത്തേക്ക് നീട്ടിയുള്ള അണപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടുവരുന്നു. സർക്കാർ തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെ ഒഴിവു സമയമാക്കി നിജപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കന്നുകാലികളെ നട്ടുച്ച നേരത്ത് റോഡിലൂടെ നടത്തിക്കൊണ്ടുപോകുന്നതിന് യാതൊരു നിയന്ത്രണങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം തൃശൂർ ജില്ലയിലെ കടവല്ലൂർ പഞ്ചായത്തിലെ ഒറ്റപ്പിലാവ് ചന്തയിൽ നിന്ന് 100 കണക്കിന് കന്നുകാലികളെയാണ് കൂട്ടിക്കെട്ടി നട്ടുച്ചയ്ക്ക് റോഡിലൂടെ നടത്തിക്കൊണ്ടുപോയിരുന്നത്. ഇത് എല്ലാ ചന്ത ദിവസങ്ങളിലും കാണുന്ന ദയനീയ കാഴ്ച തന്നെയാണ്. ഉച്ചച്ചൂടിൽ പശുവടക്കമുള്ള കന്നുകാലികളുടെ ശ്വസന നിരക്ക് കൂടുകയും അമിതമായി വിയർക്കുകയും ചെയ്യും. ഉച്ച സമയത്ത് അധിക ദൂരം നടക്കുന്നത് സൂര്യാതാപത്തിന് കാരണമാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഉച്ച നേരത്ത് കന്നുകാലികളുടെ നടത്തം ഒഴിവാക്കി അവരുടെ ശരീരത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നും വൃക്ഷങ്ങളുടെ തണലിൽ മാത്രമേ കെട്ടിയിടാവൂവെന്നും നിർദ്ദേശിക്കാറുണ്ട്. ഇതിനു പുറമെ തണുത്ത വസ്തുക്കൾ കുടിക്കാൻ കൊടുക്കണം. ഇത്തരം മുൻകരുതലുകൾ വേണമെന്നിരിക്കെ ഇവയൊന്നും നടപ്പിലാക്കാൻ ആരും തയ്യാറല്ല. നാളെ ഹോട്ടലുകളിലും വീടുകളിലും ബീഫ് കറികളായി തീന്മേശകളിൽ വരുന്ന കന്നുകാലികൾക്ക് വേണ്ടി വാദിക്കാൻ ആരും തയ്യാറല്ല. ആനകൾക്ക് ചൂടിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെടുന്ന മൃഗസ്നേഹികൾക്ക് കന്നുകാലികൾ അനുഭവിക്കുന്ന കൊടിയ പീഡന യാത്രകൾ കണ്ടില്ലെന്നടിക്കുകയാണ്. ആന പരിപാലന ചട്ടം കൂടുതൽ നിബന്ധനകളോടെ അടിച്ചേൽപ്പിക്കുമ്പോൾ കന്നുകാലികളെ ക്രൂരമായി നടത്തിക്കൊണ്ടുപോകുന്നത് തടയാൻ നിയമം കൊണ്ടുവരണം. കന്നുകാലികളെ വാഹനങ്ങളിൽ കുത്തിനിറച്ച് കൊണ്ടുപോകുന്നതിനെതിരെ പോലീസ് നിയമ നടപടികൾ സ്വീകരിക്കുമ്പോൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ കൊടും ചൂടിൽ ടാർ റോഡിലൂടെ കിലോമീറ്ററോളം കന്നുകാലികളെ നടത്തിക്കൊണ്ടുപോകുന്നത് തടയാനും പോലീസ് തയ്യാറാകണം. കല്ലുംപുറത്ത് സംസ്ഥാന പാതയിൽ സ്ലാബ് തകർന്നു, യാത്ര അപകടത്തിൽ. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലാണ് കല്ലുംപുറം ജംഗ്ഷനിൽ നിന്ന് ചാലിശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന പാതയുടെ മധ്യഭാഗത്തെ സ്ലാബ് തകർന്നത്. ഓട്ടോ ടാക്സി തൊഴിലാളികൾ ചെടികളും ചുവന്ന തോരണങ്ങളും ചുറ്റിവെച്ചാണ് അപായ സൂചന നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരക്കുള്ള സമയങ്ങളിൽ ജംഗ്ഷനിൽ സ്ലാബ് തകർന്നത് മൂലം വാഹന ഗതാഗത തടസ്സവും നേരിടുന്നു. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലെ സ്ലാബാണ് തകർന്നിട്ടുള്ളത്. തകർന്ന സ്ലാബ് ഉടൻ പുതുക്കി നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പാട്ട് ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പാട്ട് ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാനമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്.
മൂലേപ്പ ടെക്സ്റ്റൈൽസ്, വൺ വേ ജംഗ്ഷൻ, പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM & Sons, ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ്, കുന്നംകുളം. ഫോൺ 9446 145776, 9446 145778. അപ്പസ്തോലിക് ചർച്ച് ഓഫ് ഗോഡ് പഴഞ്ഞിയുടെ നേതൃത്വത്തിൽ സദ്വാർത്ത മഹോത്സവം പഴഞ്ഞി ഹാപ്പി ഹോം ഓഡിറ്റോറിയത്തിൽ മെയ് 11 വ്യാഴാഴ്ച മുതൽ 14 ഞായർ വരെ. പൊതുയോഗം വൈകിട്ട് 6 മുതൽ. 72 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനാ ശൃംഖല. രോഗികൾക്കായി പ്രത്യേക പ്രാർത്ഥന. പാസ്റ്റർമാരായ എബി ഐരോ, സുഭാഷ് കുമരകം, എബി അബ്രഹാം, അനീഷ് തോമസ് എന്നിവർ വചനം പ്രഘോഷിക്കുന്നു. വാർത്തകൾ തുടരുന്നു. നഷ്ടപ്പെട്ട പേഴ്സും പണവും തിരിച്ചു നൽകി ഓട്ടോ ഡ്രൈവർ മാതൃകയായി. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഓട്ടോറിക്ഷയിൽ മടങ്ങുകയായിരുന്ന കുടുംബത്തിന്റെ നഷ്ടപ്പെട്ട പേഴ്സും പണവും റോഡിൽ നിന്ന് ലഭിച്ച് പോലീസ് സ്റ്റേഷൻ നൽകിയ ശേഷം യഥാർത്ഥ ഉടമയ്ക്ക് തിരിച്ചു നൽകിയ ഓട്ടോറിക്ഷ ഡ്രൈവർ മാതൃകയായി. പെരുമ്പിലാവ് ചാണാശ്ശേരി സുബേഷിന്റെ ഭാര്യ ഐശ്വര്യയുടെ പണമടങ്ങിയ പേഴ്സാണ് ഇന്ന് കുന്നംകുളം പട്ടാമ്പി റോഡിൽ വെച്ച് യാത്രക്കിടെ ഓട്ടോറിക്ഷയിൽ നിന്ന് റോഡിൽ വീണ് പോയത്. മൊബൈൽ ഫോണും വീടിന്റെ താക്കോൽ കൂട്ടവും പേഴ്സിലുണ്ടായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറായ മങ്ങാട് സ്വദേശി കുറുമ്പൂർ വീട്ടിൽ ശിവന് റോഡിൽ നിന്നാണ് പാഴ്സ് ലഭിച്ചത്. പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച വസ്തുക്കൾ ഐശ്വര്യയ്ക്കും കുടുംബത്തിനും പോലീസ് സ്റ്റേഷനിലെത്തി തിരിച്ചു നൽകി. SSLC പരീക്ഷയ്ക്ക് 100% വിജയം നേടിയ കടവല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന് അഭിനന്ദനങ്ങളുമായി ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ. സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 100% വിജയം ലഭിക്കുന്നത്. സ്കൂൾ പ്രധാനാധ്യാപകൻ ശ്രീ അനിൽകുമാർ, മറ്റ് അധ്യാപകർ എന്നിവർ ചേർന്ന് ജയശങ്കറിനെ സ്വീകരിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തമ്മിലുള്ള നിരന്തര ആശയവിനിമയത്തിന്റെയും വിദ്യാർത്ഥികളുടെ തീവ്ര പഠനത്തിന്റെയും ലക്ഷ്യമാണ് 100% വിജയമെന്ന് പ്രധാനാധ്യാപകൻ ശ്രീ അനിൽകുമാർ പറഞ്ഞു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ആശംസകൾ നേർന്നാണ് ജയശങ്കർ മടങ്ങിയത്. വിപണി. അടയ്ക്ക പഴയത് 4200 രൂപ മുതൽ 4508 രൂപ വരെ, പുതിയത് 4150 രൂപ മുതൽ 4550 രൂപ വരെ, രണ്ടാം തരം 3000 രൂപ മുതൽ 3400 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഏറ്റുമുട്ടി മണ്ഡലം പ്രസിഡന്റ് ആശുപത്രി. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി നിർമ്മിച്ച ആശ്രയ ഫ്ളാറ്റുകളുടെ ഉദ്ഘാടനം നാളെ 4 മണിക്ക്. കന്നുകാലികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിക്കുന്നില്ല. കനത്ത ചൂടിലും ക്രൂരതയോടെ ഇവയെ നടത്തിക്കൊണ്ടുപോകുന്നു. കല്ലുംപുറത്ത് സംസ്ഥാന പാതയിൽ സ്ലാബ് തകർന്നു. യാത്ര അപകടത്തിൽ. നഷ്ടപ്പെട്ട പേഴ്സും പണവും തിരിച്ചു നൽകി ഓട്ടോ ഡ്രൈവർ മാതൃകയായി. SSLC പരീക്ഷയ്ക്ക് 100% വിജയം നേടിയ കടവല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന് അഭിനന്ദനങ്ങളുമായി ജില്ലാ പഞ്ചായത്ത് അംഗം K. ജയശങ്കർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.